ജ്യോതിർലിംഗാസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ഇവിടെ കിട്ടി. മഹാകാളേശ്വർ എന്ന് പറയുന്ന ജ്യോതിർലിംഗം അല്ലെങ്കിൽ ജ്യോതിർലിംഗ ക്ഷേത്രം എവിടെയാണ്? MP-യില്, ഉജ്ജയിനില്. അപ്പൊ 12-ൽ ഒരെണ്ണം നിങ്ങൾ പഠിച്ചില്ലേ? 12-ൽ ഒരെണ്ണം പഠിച്ചില്ലേ? ഒരെണ്ണം പഠിച്ചല്ലോ. ഇനി ബാക്കി 11 നമുക്ക് നോക്കണ്ടേ? ബാക്കി 11 നോക്കണം. ബാക്കി 11 പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ബാക്കി 11 നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അത് മാപ്പ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് എന്നാലും ഞാൻ പറയാം. ഓക്കെ, ഒന്നാമത്തത് പഠിച്ചോളണം, എഴുതി വെച്ചോളണം. ഒന്നാമത്തത് മറ്റേ സോമനാഥാണ്. എവിടെയാ സോമനാഥ്? സംസ്ഥാനം സോമനാഥ്. എവിടെ? ആരോ പറഞ്ഞു, മാഷ് പറഞ്ഞു. എവിടെയാണ്? ഗുജറാത്തില് വരാവല്. എനിക്ക് പക്ഷെ പോകാൻ പറ്റിയില്ല. പോകണമെന്നൊക്കെ ആഗ്രഹിച്ചായിരുന്നു, നടന്നില്ല. ഗുജറാത്തിലെ വരാവൽ എന്ന് പറയുന്ന സ്ഥലത്താണത് സോമനാഥ്. നെക്സ്റ്റ് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മല്ലികാർജുന എവിടെയാ? ശ്രീശൈലത്തിലാണ്. ശ്രീശൈലം എവിടെയാ? പറയടേ. ആന്ധ്രാപ്രദേശ്. ഞാൻ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നു പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് ഇതാണ് മല്ലികാർജുന. ആന്ധ്രാപ്രദേശിലെ മല്ലികാർജുന കിടക്കുന്നുണ്ട്. ഓക്കെ, സോമനാഥ് ഇതാണ്. ഗുജറാത്തിലെ സോമനാഥ് ഇതാണ്. ഓക്കെ, രണ്ടാമത്തത് അല്ല. ഇനി അടുത്ത മധ്യപ്രദേശിൽ നമ്മൾ എവിടെ നോക്കാം? മധ്യപ്രദേശിൽ നമ്മൾ പഠിച്ച സ്ഥാനം എന്താണ് കിടക്കുന്നത്? ഇതല്ലേ നമ്മളിപ്പോ പഠിച്ചതല്ലേ മധ്യപ്രദേശ്? ഏതാ? മഹാകാലേശ്വർ. അത് എഴുതണോ? അത് എഴുതണ്ടല്ലോ. വേണം, ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. മഹാകാലേശ്വർ. അടുത്തത് നെക്സ്റ്റ് നാലാമത്തത്. അപ്പം ഓക്കെ, ഞാൻ നമ്പർ ഇട്ടുതരാം നിങ്ങൾക്ക്. നമ്പർ ലാസ്റ്റ് ഇട്ടുതരാം. അടുത്ത നാലാമത്തത് ഓംകാരേശ്വർ എവിടെയാ? ഓംകാരേശ്വർ എവിടെയാണ്? എനിപ്പടി ഇതാ കിടക്കുന്നു. ഇവിടെ ഈ സംസ്ഥാനം ഏതാ? ഈ കിടക്കുന്ന സംസ്ഥാനം ഏതാ? ഈ കിടക്കുന്ന വലിയ സംസ്ഥാനം ഏതാ? അവിടെ ഏറ്റവും കൂടുതലുള്ള ആ സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്ര ആണല്ലോ. അപ്പൊ രണ്ടും അവിടെ തന്നെയാണ്. ഓംകാരേശ്വരും മഹാകാലേശ്വരും ഒരേ സ്റ്റേറ്റ് തന്നെയാണ്. MP തന്നെയാണ് കേട്ടോ. MP തന്നെയാണ്. അപ്പൊ MP-യിൽ 2 എണ്ണം ഉണ്ടെന്ന് കിട്ടിയില്ലേ? MP-യിൽ 2 എണ്ണം ഉണ്ട്. എന്ത് 2 എണ്ണം ഉണ്ട്? ജ്യോതിർലിംഗാസ് 2 എണ്ണം ഉണ്ട്. മഹാകാലേശ്വരും ഓംകാരേശ്വരും 2 എണ്ണം ഉണ്ട്. ഓക്കെ, റെഡി. അടുത്ത നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഉള്ളതാണ്ടേ നടക്കുന്നു. ഏതാ? രാമേശ്വരം. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ ഒരു ക്വസ്റ്റ്യൻ, വേറൊരു സിംഗിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. ആർക്കെങ്കിലും പറയാമോ? പെട്ടെന്ന് ഫടാഫട്ട്. റെഡി. എന്താ? നമ്മൾ നേരത്തെ രാമേശ്വരൻ എന്തായിട്ട് പഠിച്ചു ഓൾറെഡി? ഇറ്റ് ഇസ് ചാർധാമുമാണ്. ഓൾറെഡി രാമേശ്വർ ഈസ് എ ചാർധാം ആസ് വെൽ ആസ് ഇറ്റ് ഈസ് എ ജ്യോതിർ. അപ്പൊ അത് ശ്രദ്ധിച്ചോളണം കേട്ടോ. രാമേശ്വരം ചാർധാറുമാണ്, അതുപോലെ തന്നെ ജ്യോതിർലിംഗയാണ് കേട്ടോ. റെഡി. അപ്പൊ എത്ര? 5 എണ്ണം. രാമേശ്വര്, ഏതൊക്കെയുടെ കിട്ടുന്നില്ലല്ലോ. സോമനാഥ്, മല്ലികാർജുന, മഹാകാലേശ്വര്, ഓംകാരേശ്വര്, രാമേശ്വരം, മറ്റേ നാഗേശ്വര്. ഇതാണ് കിടക്കുന്നത്. നാഗേശ്വര് ഇതാണ് കിടക്കുന്നത്. ഇത് ഏത് സ്റ്റേറ്റാ? ഇവിടെ നാഗേശ്വര്. ഗുജറാത്ത്. എത്രയുടെ? 6ാമത്തെ അല്ലേ? 6ാമത്തത് നാഗേശ്വർ. 6 നാഗേശ്വർ. ഇനി ഇവിടെ ഒരെണ്ണം ഉണ്ട് ആക്ച്വലി. ഇവിടെ ഈ സന്യാസിമാരൊക്കെ തപസ് ചെയ്യാൻ പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണ്? കേദാർനാഥ്
എന്ന് പറയുമെങ്കിലും കേദാർനാഥ് എന്നും വിളിക്കും. ഈ ഏകദേശം നമ്മുടെ ഹിമാലയത്തിൽ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. കേദാർനാഥ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എവിടെയാണ്? ആക്ച്വലി കേദാർനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ്? കേദാർനാഥ് എന്ന് പറയുന്ന സ്ഥലം, പ്ലേസ് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ്. ചില പരീക്ഷയ്ക്ക് നമ്മൾ രണ്ട് രീതിയിൽ ചോദിക്കും. മീൻസ് കേദാർനാഥ് എന്നും ചോദിക്കും. കേദാർനാഥ് എന്നുള്ള എന്ത് ഈ സാധനം എന്താ പറയാ, ജ്യോതിർലിംഗ. കേദാർനാഥ് എന്ന് പറയുന്നത് ജ്യോതിർലിംഗമായിട്ട് ചോദിക്കും. കേദാർനാഥ് എന്ന് പറയുന്നത് ഒരു ജ്യോതിർലിംഗയായിട്ട് ചോദിക്കും. ശ്രദ്ധിച്ചോളണം, ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോളണം. കേദാർനാഥ് എന്ന് പറയുന്നത് ഒരു ജ്യോതിർലിംഗയായിട്ട് ചോദിക്കും. ബട്ട് ആസ് വെൽ ആസ് കേദാർനാഥ് ഈസ് എ ഡാം. എന്താണ്ട് കേദാർനാഥ് എന്ന് പറയുന്നത് ഒരു എന്തും കൂടിയാണ്, ഒരു ഡാമും കൂടിയാണ്. പക്ഷെ അത് ഏത് ഡാമാണ്? നമ്മുടെ ചാർ ഡാമിൽ വരുന്നതല്ല, ചോട്ടാ ഡാമിൽ വരുന്നത്. അത് ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് കേദാർനാഥ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ഓക്കെ, കേദാർനാഥ് എന്ന് പറയുന്നത് ഒരു ചോട്ടാ ഡാമാണ്. സാധാരണ ഡാം അല്ല, ചോട്ടാ ഡാമാണ്. അതായത് ചോട്ടാ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാം. ചോട്ടാ ഡാം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് കാണപ്പെടുന്ന 4 ഡാമുകൾ. ഓക്കെ, ഉത്തരാഖണ്ഡ് നമ്മുടെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിനുള്ളിൽ കാണപ്പെടുന്ന 1, 2, 3, 4 ഡാമുകൾ. ആ ഡാമുകളെയാണ് നമ്മൾ ചോട്ടാ ഡാം എന്ന് പറയുന്നത്. ബദരിനാഥ്, കേദാർനാഥ്, യമുനോത്രി ഗ്ലേഷ്യർ, അതുപോലെ തന്നെ പിന്നെ ഗംഗോത്രി ഇല്ലേ? യമുനോത്രി അല്ലല്ല, രാമേശ്വരം വരുന്നുണ്ട് അല്ലേ? രാമേശ്വരന്റെ കൂട്ടത്തിൽ പറയാറുണ്ട്. അല്ല, ഗംഗോത്രി അതിൽ മാത്രം വരുന്ന, അതായത് ഉത്തരാഖണ്ഡിൽ മാത്രം വരുന്ന. അപ്പം അതിനെ ചോട്ടാ ഡാം എന്നുള്ള പേരിലാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. ചോട്ടാ ഡാം എന്നാണ് വിളിക്കുന്നത്. അവിടെയും നമ്മളോട് ചോദിക്കും. ഓക്കെ. അപ്പം യമുനോത്രി, ഗംഗോത്രി, യമുനോത്രി, ഗംഗോത്രി, ബദരിനാഥ്, കേദാർനാഥ്, യമുനോത്രി, 4 ഡാമുകൾ. അത് ഏത് സ്റ്റേറ്റിനുള്ളിലാണ്? ഇത് ഏത് സ്റ്റേറ്റിനുള്ളിലാണ് വരുന്നത്? ഉത്തരാഖണ്ഡിനകത്ത് വരുന്ന ഡാമുകളാണ്. അതിനെ ചോട്ടാ ഡാം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഞാനിവിടെ പറഞ്ഞു കേദാർനാഥ് എന്ന് പറയുന്ന ഒരു ഡാമാണ്. അതുപോലെ തന്നെ എന്തുമാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുവാണ് അതൊരു ജ്യോതിർലിംഗയാണ്. ജ്യോതിർലിംഗയും കൂടിയാണ്. പക്ഷെ അതൊരു ചോട്ടാ ഡാമാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ബദരീനാഥ് എന്നുള്ള ഒരു ലെവലിൽ ചിലപ്പോൾ ചോദിക്കണമെന്നില്ല. ഓക്കെ, ബദരീനാഥ് ബദരീനാഥ് കേദാർനാഥ് എന്നുള്ള ലെവലിൽ ചോദിക്കൊന്നുമില്ല. കാരണം ഈ കേദാർനാഥ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ജസ്റ്റ് എൻഡില് ഈ ഡാം എന്ന് പറയുന്നത് ജസ്റ്റ് എൻഡില്, അതായത് ഹിമാലയത്തിലാണ് കിടക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ്, ഈ ഹിമാലയത്തിലാണ് ആക്ച്വലി കിടക്കുന്നത്. അതുകൊണ്ട് ഹിമാലയൻ അല്ലെങ്കിൽ ഹിമാലയ എന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. ഓക്കെ, അങ്ങനെയും ചോദിക്കാം. അപ്പൊ എത്രണ്ണായി? നാഗേശ്വരായി, അല്ല, ഏഴാമത്തെ ഞാൻ എഴുതിയില്ലല്ലോ. ഏഴാമത്തെ ഏതായിരുന്നു? കേദാർ. അതിന്റെ പേര് കേദാർനാഥ് ചോദിക്കാറുണ്ട്. ഹിമാലയത്തിലുള്ളത് കൊണ്ട് ഈ ഹിമാലയത്തിലെ അത് നമ്മൾ വിളിക്കുന്നത് എന്താണ് ഭൈരവേശ്വർ എന്നാണ് കേട്ടോ. ഭൈരവേശ്വർ. അപ്പൊ ഏഴാമത്തത് ഭൈരവേശ്വർ എന്ന് പറയുമ്പോഴത്തേക്ക്, ഭൈരവേശ്വർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഉത്തരാഖണ്ഡ് എന്ന് ചോദിക്കാറില്ല. എവിടെ എന്തെന്നേ കാണത്തുള്ളൂ? ഹിമാലയ എന്നേ കാണത്തുള്ളൂ. ഹിമാലയ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ കേദാർനാഥ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരത്തിൽ ചിലപ്പം എന്ത് കാണും? ഉത്തരാഖണ്ഡ് കാണും. പക്ഷെ ഭൈരവേശ്വർ എന്നാണ് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഹിമാലയ എന്നായിരിക്കും. അപ്പം ഭൈരവേശ്വർ ഓർ കേദാർനാഥ് എഴുതി വെച്ചിരിക്കുക. ബട്ട് കേദാർനാഥ് എന്ന് പറയുന്നത് ഒരു ചോട്ടാ ഡാമാണ്. എന്നാൽ ഭൈരവേശ്വർ എന്ന് പറയുമ്പോൾ ചോട്ടാ ഡാം എന്ന് പറയത്തില്ല. ആക്ച്വലി ഇറ്റ് ഈസ് എ ജ്യോതിർലിംഗ. ഓക്കെ. ഇനി അടുത്തത് 8. ഗിരീഷ് എന്നാ പറയുന്നത്. ഗിരീഷ് ഇവിടെ കേരളത്തിന് തൊട്ട് മുകളിൽ ഗോവയുടെ അടുത്തായിട്ട് നോക്കിയേ
ഒരു സംസ്ഥാനം ഉണ്ടല്ലോ, മഹാരാഷ്ട്ര. ഗിരിഷ്, GIRISH, ഗിരിഷ്, MH. ഭീംശങ്കർ എന്നൊക്കെ വിളിക്കും, പക്ഷെ ഇപ്പൊ അറിയപ്പെടുന്നത് ഗിരീഷ് എന്നാണ്. ഗിരീഷ് ജ്യോതിർലിംഗാസ് എന്നാണ് പറയുന്നത്. ഭീംശങ്കർ എന്നൊക്കെ പറയുമായിരുന്നു, ഗിരീഷ് ജ്യോതിർലിംഗാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ അവിടെ ഈ മഹാരാഷ്ട്രയിൽ തന്നെ മറ്റേ ഡോളില്ലേ, നാസിക്, മഹാരാഷ്ട്രയിൽ തന്നെ നാസിക്കിലൊരു ജ്യോതിർലിംഗം ഉണ്ട്. 9ാമത്തെ അത് എഴുതിക്കൊള്ളണം. മറ്റേ പറയാ, മറ്റേ നാസിക്കില് മറ്റേ ട്രയംബകേശ്വർ കേട്ടിട്ടുണ്ടോ? ട്രയംബകേശ്വർ 9ാമത്തെ ട്രയംബകേശ്വർ. അതെ, വെരി ഗുഡ്. ഏത് നദിയാ അത് ചോദിച്ചാ ഒന്ന് ചുമ്മാ ഇരി സാറേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഏത് നദിയാണ് ട്രയംബകേശ്വർ ഉത്ഭവിക്കുന്നത്? PSC സ്ഥിരം ക്വസ്റ്റ്യൻ ആണത്. അതായത് ട്രയംബകേശ്വർ ജ്യോതിർലിംഗ ടെമ്പിൾ, അവിടെ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദി ഉണ്ടല്ലോ, ട്രയംബകേശ്വർ. ഏതാ? കേട്ടില്ല. ഗോദാവരി. വെരി ഗുഡ്. ഓക്കെ. അതായത് ട്രയംബകേശ്വർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ടൗൺ, ഇറ്റ്സ് എൻ ഏഷ്യന്റ് ഹിന്ദു പിൽഗ്രിം സെന്റർ. പണ്ട് മുതലൊക്കെ ഉള്ളതാണ്. അവിടെയുള്ള അല്ലെങ്കിൽ അതിലൂടെ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നമ്മുടെ ഗോദാവരി എന്ന് പറയുന്നത് റിവർ. മനസ്സിലായില്ലേ? അതായത് നമുക്കറിയാം, എന്താണ്ട് പെനിൻസുലാർ ഇന്ത്യ പഠിക്കുമ്പോൾ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും പറയടേ, പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും ലോങ്ങസ്റ്റ് അല്ലേ? പെനിൻസുലാർ ഇന്ത്യയിലെ പെനിൻസുലാർ എന്ന് വെച്ചാൽ ഉപദ്വീപീയ നദികളില് ഏറ്റവും നീളം കൂടിയ നദി, ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറച്ച് ജിയോഗ്രഫിയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കണക്ട് ചെയ്യാം, വേണമെങ്കിൽ, കൺഫ്യൂഷൻ വരത്തില്ല എങ്കിൽ. ഓക്കെ, നദികളും കൂടി വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷെ കിട്ടാവുന്നുള്ളവരെ അതൊക്കെ കണക്ട് ചെയ്യാവോ, അല്ലാത്തവരൊന്നും അത് കണക്ട് ചെയ്യാതെ എല്ലാം കൂടെ പോകും. മറ്റേ മീൻസ് നമ്മുടെ ജ്യോതിർലിംഗയും പോവും, നദികളും പോവും കേട്ടോ. അതുകൊണ്ട് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ അറിയാന്നുള്ളവർ കണക്ട് ചെയ്തോളൂ കേട്ടോ. ഉപദ്വീപീയ നദികളെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാണ്ട്, ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നതാണ്? ഏറ്റവും കൂടുതലും എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ബോർഡ് എടുക്കുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഈ ബോർഡ് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ ഇങ്ങനെ കിടക്കുന്ന ഏരിയ ഏതാണ്? ഇങ്ങനെ തിരിക്കത്തില്ല, രണ്ടായിട്ട് തിരിക്കത്തില്ല ഇന്ത്യയെ, പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും ഇല്ലേ? പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഭൂരിഭാഗവും. ഏത് നദികൾ എന്ന് പറയുന്നത്? ഈ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത് ഇല്ലേ? ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. അതില് വെസ്റ്റേൺ ഫ്ലോയിങ് ആണെങ്കിൽ നർമ്മദയും താപ്തിയും അല്ലേ? ഈസ്റ്റ് മറ്റേ ബാക്കിയുള്ളതൊക്കെയാണ് ഈസ്റ്റേൺ ആണ്. ഓക്കെ, പിന്നെ ഈ ഓരോന്നിന്റെയും ഉത്ഭവ സ്ഥാനവും നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഈ പരീക്ഷയ്ക്ക് തന്നെ നദികളെ കുറിച്ച് പഠിക്കുകയും വേണം. താപ്തിയെ കുറിച്ചും മഹാനദിയെ കുറിച്ചും കൃഷ്ണയെ കുറിച്ചും ഗോദാവരിയെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുകയും കൂടി വേണം. അപ്പൊ ഇവിടത്തെ നദി ഏതാ? അവിടെ അതിന്റെ കൂട്ടത്തിൽ പഠിച്ചു വെച്ചോളണം, ഗോദാവരി എന്ന് പറയുന്ന റിവർ. ഓക്കെ, അപ്പം ഞാൻ എന്താ പറഞ്ഞത്? അപ്പൊ ഗോദാവരി റിവറിൽ നിന്നും അല്ലെങ്കിൽ ട്രയംബകേശ്വർ എന്ന് പറയുന്ന എന്ത് ജ്യോതിർലിംഗം. നിങ്ങൾക്ക് ആദ്യം കേൾക്കുന്ന ആ വാക്ക് ഉച്ചരിച്ച് പഠിക്കണം. ഓക്കെ, ട്രയംബകേശ്വർ എന്ന് പറയുന്ന ജ്യോതിർലിംഗ ടെമ്പിള്, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരാണ് എന്ന് പറയുന്നത് ഗോദാവരി. അല്ലെങ്കിൽ നമ്മൾ പറയും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി.
അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി, അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി. അല്ലേ അല്ലേ ഇല്ലടേ? നമുക്കറിയാം ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ നദി ഏതാ? ഗോദാവരി. ഗോദാവരി തന്നെയാണല്ലോ. ഗോദാവരി തന്നെയാണ്. ഈ ഗോദാവരി ഫുള്ള് എവിടെ കൂടെ ഒഴുകുന്നത്? ഫുള്ള് ഇന്ത്യയിലൂടെ തന്നെയാണ്. നമ്മളെ വൃദ്ധഗംഗ എന്ന് വിളിക്കും. അല്ലേ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഗോദാവരി എന്ന് പറയുന്ന നദി, ഈ ഗോദാവരി എന്ന് പറയുന്ന നദി ഇവിടെ മഹാരാഷ്ട്രയില് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ വലിയൊരു കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വലിയൊരു കുന്നുണ്ട് ഇവിടെ. ആ കുന്നിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ആ കുന്നിന്റെ പേരാണ് എന്താണ്? വെരി ഗുഡ്, ത്രയംബക്. ആ കുന്നിന്റെ പേരാണ് ത്രയംബക്. ഓക്കെ, ആ ത്രയംബക് കുന്നുകൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് നാസിക്. നാസിക്, ഈ കുന്ന് നിൽക്കുന്ന സ്ഥലം, ഈ സ്ഥലമാണ് നാസിക്. ആ നാസിക്കിലെ കുന്നിന്റെ പേരാണ് ത്രയംബക്. അവിടെയുള്ള ക്ഷേത്രമാണ് ത്രയംബകേശ്വര ടെമ്പിൾ. ഓക്കെ, ആ ത്രയംബകേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് എന്താണ് ജ്യോതിർലിംഗമാണ്. ഓക്കെ, റെഡിയാണോ? ഈ അങ്ങനെയുള്ള ഈ ഗോദാവരി, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഗോദാവരിയുടെ കുറെ പോഷക നദികളുണ്ട്. താഴോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കണം. താഴോട്ട് വരെ പൂർണ്ണയുണ്ട്, ഇന്ദ്രാവതി ഉണ്ട്, മഞ്ചീരയുണ്ട്, ശബരിയുണ്ട്, പിന്നെ മറ്റേ പ്രാൺഹീതയുണ്ട്, കുറെ നദികളുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അല്ലേ? പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് വെച്ചാൽ പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. ഗോദാവരിയെ കുറിച്ചിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, പോട്ടെ. അപ്പൊ അത്രയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക അവിടെ. ഇപ്പൊ നിങ്ങൾ ത്രയംബകേശ്വരനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി? റെഡി. അടുത്ത 9ാമത്തെ, അടുത്ത ആള് 10ാമത്തെയാണ്. 10ാമത്തെ. വെരി ഗുഡ്. 10ാമത്തെ ആളുടെ പേര് വൈഷ്ണവ. UK ആണ്. UK എന്ന് വെച്ചാ എവിടാ? ഉത്തരാഖണ്ഡ് ആണേ കേട്ടോ. മുകളില് ടോപ്പില് ഇവിടെ ഉത്തരാഖണ്ഡിലാണ്. ഇനി നമുക്കറിയാം കാശി വിശ്വനാഥ ക്ഷേത്രം എല്ലാവർക്കും അറിയാമല്ലോ. കാശി വിശ്വനാഥ ക്ഷേത്രം 11. എവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം? എവിടെ? കാശി എവിടെ? കാശി ഒരു സിനിമ തന്നെ ഫുൾ അവിടെ വെച്ച് ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടു കാണും ഇല്ലേ? എന്തൊരു ഫാമിലി അങ്ങനെ ഒരു ഫിലിം ഇപ്പൊ ഇറങ്ങിയില്ലായിരുന്നോ മലയാളത്തില്? ഇല്ലേ, അത് അവിടെ വെച്ചല്ലേ എടുത്തിരിക്കുന്നത് ഫുള്ള് ഇല്ലേ? അല്ലൂടെ? എവിടെയാ? അപ്പൊ എവിടെയാ? അതെവിടെയാ? കാശി എവിടെയെന്ന് വെച്ചാൽ വാരണാസി എന്നോ? ഉത്തർപ്രദേശിലെ UP-യിലെ ഉത്തർപ്രദേശില്. ഓക്കെ, ഉത്തർപ്രദേശില്. അപ്പൊ കാശി വിശ്വനാഥ ക്ഷേത്രം ഉത്തർപ്രദേശില്. അപ്പൊ എത്ര പറഞ്ഞേ? 12. ഋഷികേശ് അടുത്ത ഋഷികേശ് ടെമ്പിൾ 12ാമത്തെ. ഋഷികേശ് എവിടാ? ഉത്തരാഖണ്ഡ്, UK, ഉത്തരാഖണ്ഡ്. അപ്പം അവിടെ 3 നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇല്ലേ? ഏതൊക്കെ പറഞ്ഞു? ഉത്തരാഖണ്ഡിൽ ഏതൊക്കെ പറഞ്ഞേ? ഋഷികേശ് ഉത്തരാഖണ്ഡിലാണ്, വൈഷ്ണവ ഉത്തരാഖണ്ഡിലാണ്, വൈഷ്ണവ പറഞ്ഞു. പിന്നെ കേദാർനാഥ് അല്ലെങ്കിൽ അതിനെ ചോദിക്കും ഭൈരവേശ്വർ എന്നോ അല്ലെങ്കിൽ ഹിമാലയ എന്നോ ചോദിക്കും. ഭൈരവേശ്വർ എന്നോ ഹിമാലയ എന്നോ ചോദിക്കും. അപ്പൊ 12 എണ്ണം. 12 ഏത് ജ്യോതിർലിംഗാസ്. അങ്ങനെ അറിയാമെങ്കിൽ മാത്രമേ ഇതേ കണക്കുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് RRB ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണിത് കേട്ടോ. ഇത് RRB ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇത് അറിയണം. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ജ്യോതിർലിംഗ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ജ്യോതിർലിംഗ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ജ്യോതിർലിംഗ? പറയേ.
എന്താണ്? നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തിയില്ല. നമ്മള് 3 ക്വസ്റ്റ്യൻ ആയാലേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ്. ഏതേ ബദരിനാഥ്. ബദരിനാഥ് എന്താണ്? അത് ചാർധാമിൽ വരുന്നതാണ് അല്ലേ? നമ്മൾ ഓൾറെഡി ചാർധാമുമാണ് അതുപോലെ തന്നെ പിന്നെ ജ്യോതിർലിംഗയാണെന്ന് പറഞ്ഞത് ആരാണ്? തമിഴ്നാട്ടിലുള്ള ആര്? രാമേശ്വരമാണ്. പിന്നെ അതുപോലെ തന്നെ ചോട്ടാ ചാർധാമിൽ വരുന്ന ഒരാളുണ്ട്. ആര്? ഉത്തരാഖണ്ഡിലുള്ള കേദാർനാഥ് ഒരെന്തും കൂടിയാണ്. കേദാർനാഥ് എന്തും കൂടിയാണ്, ഒരു ജ്യോതിർലിംഗയും കൂടിയാണ്. ഇത്ര മാത്രമേ രണ്ടുമായിട്ടുള്ളതുള്ളൂ. ഡാമും ജ്യോതിർലിംഗമായിട്ടുള്ളതുള്ളൂ. ബാക്കിയെല്ലാം സിംഗിൾ ആണ് നിൽക്കുന്നത്. ഓക്കെ, റെഡി? ഇപ്പൊ മനസ്സിലായടേ? അത് പഠിക്കുന്നതിന്റെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പഠിക്കേണ്ടതിന്റെ ഗുണം മനസ്സിലായ? പണ്ട് നിങ്ങൾ റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പോകുമ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പോലും വായിക്കത്തില്ല, കാരണം കേട്ടിട്ട് പോലും കാണത്തില്ല. നിങ്ങൾ അത് പഠിക്കാത്ത പോയതുകൊണ്ട് നിങ്ങളിത് കേട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മൈൻഡ് ചെയ്യാറേ ഇല്ലായിരുന്നു. ഓക്കെ, റെഡിയാണോ അവിടെ? ഓക്കെ ആണോ? ഇനി ഓക്കെ ഇതിലേക്ക് തന്നെ വരാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അപ്പം ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്ന 4 ചോട്ടാ ഡാമുകൾ ഏതൊക്കെയാണ്? യമുനോത്രി, ഗംഗോത്രി, ബദരിനാഥ്, കേദാർനാഥ്. യമുനോത്രി, ഗംഗോത്രി, ബദരിനാഥ്, കേദാർനാഥ്. ഇനി എന്താണ് ഇതിന്റെ റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നോക്കിയോ, ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഈ പടം ക്ലാരിറ്റി ഉണ്ടോ? ഈ ചിത്രം ക്ലാരിറ്റി ഉണ്ടല്ലോ? ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, റെഡി? നോക്കിക്കോണേ. അപ്പൊ കേദാർനാഥ് അല്ലേ? 4 ചിത്രങ്ങളാണ്: യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദരിനാഥ്. ഓക്കെ, ഇതില് 4 സ്പോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കേദാർനാഥ്, ഇത് ബദരിനാഥ്, ഇത് ഗംഗോത്രി, ഇത് യമുനോത്രി. ഇത് നമ്മളെ ഇതില് നമ്മുടെ ജിയോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചോളൂ. അപ്പം യമുനോത്രി എന്ന് പറയുന്നതും ഗംഗോത്രി എന്ന് പറയുന്നതും ബദരിനാഥ് എന്ന് പറയുന്നതും കേദാർനാഥ് എന്ന് പറയുന്നതും ചോട്ടാ ഡാം ആണ്, സ്മോൾ ഡാം ആണെന്നുള്ള കാര്യം പിടികിട്ടിയല്ലോ. ചോട്ടാ ഡാം ആണെന്നുള്ള കാര്യം ഇപ്പൊ പിടികിട്ടി. ഇനി ഒരു കാര്യം നോക്കുക, നിങ്ങൾ കേദാർനാഥ് ശ്രദ്ധിച്ചോണേ. ഞാൻ കേദാർനാഥ് ചോദ്യത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ കേദാർനാഥിനെ ഇങ്ങോട്ട് മാറ്റിയെടുക്കുകയാണ്. ദിസ് ഈസ് എ കേദാർനാഥ്. ഓക്കെ, കേദാർനാഥിനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. കേദാർനാഥ്, ഇതാണ് കേദാർനാഥ് എന്ന് വിചാരിച്ചത്. കേദാർനാഥ്, ദിസ് ഈസ് കേദാർനാഥ്. ഓക്കെ, വരയ്ക്കാം. ഇത് കേദാർനാഥ്, ഇത് ബദരിനാഥ്. അങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ? അല്ലയോ? പാരലാറ്റിലെ നിൽക്കുന്നത്. ഓക്കെ, ഇത് കേദാർനാഥ്, ഇത് ബദരിനാഥ്, ഇത് കേദാർനാഥ്, ഇത് ബദരിനാഥ്. ഓക്കെ, അപ്പൊ ഈ കേദാർനാഥും ബദരിനാഥും എടുത്തു കഴിഞ്ഞാല് ഇനി ശ്രദ്ധിച്ചോളണം. നിങ്ങൾക്കറിയാം, ഈ ബദരിനാഥിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്. ഏതാണ്? പറഞ്ഞോ. വെരി ഗുഡ്. സോറി, എവിടെന്ന് ബദരിനാഥ് പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ്. ബദരിനാഥ് ഉത്ഭവിച്ചിറങ്ങുന്നു. ഈ ബദരിനാഥ് ഉത്ഭവിച്ചു വരികയാണ് അളകനന്ദ.
അളകനന്ദ. അളകനന്ദ. അളകനന്ദ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുള്ള? അല്ലാതെ അളകനന്ദ വേറെ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? എനിബടി? അളകനന്ദ, അളകനന്ദയെ കുറിച്ച് വേറെ എവിടെയാ പഠിച്ചിട്ടുള്ളത്? വേറെ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത് അളകനന്ദ? ത്രിവേണി. അതല്ലാതെ 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 ആരുടെയെങ്കിലും പോഷക നദിയാണോ? അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് വേറെ എന്തെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ? ഗംഗയുടെ പറഞ്ഞോ? ശ്രദ്ധിച്ചു കേട്ടോളണം. കൺഫ്യൂഷൻ ഇപ്പൊ തീർത്തോളണം. ഇനി ജീവിതത്തില് അളകനന്ദയെ കുറിച്ച് സംശയം വരരുത്. ഇപ്പൊ കേട്ടോളണം. ഞാൻ പഠിപ്പിക്കത്തുമില്ല ഇനി അളകനന്ദയെ കുറിച്ച്. ഇപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളണം. അല്ല, ശ്രദ്ധിച്ചല്ല, കേട്ടോളല്ല, കണ്ടോളണം. അളകനന്ദ, നല്ല പേര് അല്ലേ, അളകനന്ദ. ഓക്കെ, അളകനന്ദയെ കുറിച്ച് പറയുകയാണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു യമുനോത്രിയും ഗംഗോത്രിയും ബദരിനാഥും കേദാർനാഥും. ഈ യമുനോത്രി എന്ന് പറയുന്നതും ഗംഗോത്രി എന്ന് പറയുന്നതും രണ്ടും രണ്ട് എന്താണ്? ഗ്ലേഷ്യറുകളാണ്. ഗ്ലേഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഗ്ലേഷ്യർ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്ത് പറയും നമ്മള്? ഹിമാനി. എന്താണ്? ഹിമാനികളാണ്. ഓക്കെ ഇനി ശ്രദ്ധിച്ചോളണേ. അപ്പം ഇത് നാലും ഉള്ളത് എവിടെ, ഏത് സ്റ്റേറ്റ് ആണെന്ന് കിട്ടി. യമുനോത്രി എവിടെയാണ്, ഗംഗോത്രി എവിടെയാണെന്നുള്ളതും കിട്ടി. രണ്ടും ഏത് സ്റ്റേറ്റിലാണ്? രണ്ടും ഉത്തരാഖണ്ഡിലാണ്. ഇനി നോക്കിക്കോളണേ, നിങ്ങൾ യമുനോത്രി അതൊരു നദിയുടെ പേരുണ്ട്. യമുനോത്രി. ഏതാണ് നദി? യമുന പുരാതന കാലത്ത്, പ്രാചീന കാലത്ത് കാളിന്തി എന്നറിയപ്പെടുന്ന നദി അല്ലേ? കടലില് നേരിട്ട് പതിക്കാത്ത നദി അല്ലേ? കടലില് നേരിട്ട് പതിക്കത്തില്ല. അങ്ങനെ നേരിട്ട് പതിക്കാത്ത നദികളിലെ ഏറ്റവും വലിയ നദിയാണ് യമുന എന്ന് പറയുന്നത്. ആ യമുന നദി ഉത്ഭവിക്കുന്നത് ഈ ഉത്തരാഖണ്ഡിലെ എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ്. ഈ യമുനോത്രിയിൽ നിന്നാണ്. ഇനി മറക്കൂടെ? അപ്പൊ എവിടെയാണ് യമുനാ നദിയുടെ ഉത്ഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യമുനാ നദി എന്ന് പറയുന്നത് എന്ത് നദിയാണ്? യമുന എന്ന് പറയുന്നത് എന്താണ്? യമുനാ നദി എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? വാട്ട് ഈസ് യമുന? ഗംഗാ നദിയുടെ, അതായത് ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്ന, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ 2525 കിലോമീറ്റർ, 25 എന്ന് പറയുന്ന ചുരുക്കത്തിൽ നമ്മൾ അറിയപ്പെടുന്ന 2525 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള, അല്ലെങ്കിൽ 2008 നവംബർ 4 ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച, അത് ഉത്ഭവിക്കുന്ന സ്ഥലത്ത്, ഉത്ഭവസ്ഥാനത്ത് ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇല്ലടേ ഉത്തരാഖണ്ഡിലൂടെ, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് നേരെ താഴോട്ടിറങ്ങി ഉത്തർപ്രദേശിലേക്ക് വന്ന് നേരെ താഴോട്ടിറങ്ങി ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് നേരെ താഴോട്ടിറങ്ങി ഇതിലൂടെ ഇറങ്ങി വന്ന് ഉത്തർപ്രദേശിലേക്ക് ഇറങ്ങി ഇവിടെ ബീഹാറിലേക്ക് വന്ന്, ബീഹാറിൽ നിന്ന് നേരെ ജാർഖണ്ഡിലേക്ക് ചാടി, ജാർഖണ്ഡിൽ നിന്ന് വീണ്ടും തിരിച്ചൊഴുകി നേരെ പശ്ചിമ ബംഗാളിലേക്ക് പോകുന്നവനാണ് ആരെന്ന് പറയുന്നത്? ഗംഗ എന്ന് പറയുന്നത്. ആ ഗംഗയുടെ പോഷക നദികളാണ് യമുന. അപ്പൊ എവിടെന്നാ ഒഴുകുന്നത്? എവിടെയൊക്കെ ഒഴുകുന്നത്? ഉത്ഭവം എവിടാ? ഉത്തരാഖണ്ഡിൽ നിന്ന്. ഉത്തരാഖണ്ഡിലെ എവിടെ നിന്ന്? ഉത്തരാഖണ്ഡിലെ ഞാൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? ഇപ്പം
യമുനയെ കുറിച്ചല്ല, യമുനയെ കുറിച്ചല്ല, യമുനയെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഇപ്പൊ പറഞ്ഞ എന്തിനെ കുറിച്ചാ? ഗംഗയെ കുറിച്ചാണ്, ഗംഗയെ കുറിച്ചാണ്. അപ്പൊ തിരിച്ച് വീണ്ടും ഇവിടേക്ക് വരാം നമുക്ക്. അപ്പൊ ഗംഗ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാ? ദാണ്ട ഇവിടെ ഉണ്ട് ഗംഗോത്രി. ഇനി മറന്നു വരുത്, ഗംഗ ഉത്ഭവിക്കുന്ന എവിടെന്നാടെ? എവിടെന്നാ? ഗംഗോത്രി. ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഗംഗയും യമുനോത്രി ഹിമാനിയിൽ നിന്ന് ആര് ഉത്ഭവിക്കുന്നു? ആര് ഉത്ഭവിക്കുന്നു? യമുനയും ഉത്ഭവിക്കുന്നു. ബട്ട് യമുന എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദിയുമാണ്. ഓക്കെ, അപ്പൊ നോക്കണം, ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നും ഉത്ഭവിച്ച്, നിങ്ങൾക്ക് ആ ചിത്രമുള്ള പേരുള്ള പിക്ചർ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി പേരറിഞ്ഞൂടാത്തവർ കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിയോ, ഇനി മറന്നു പോകരുത്, ഇനി നിങ്ങൾ മറന്നു പോകരുത്, ഒരിക്കലും ജീവിതത്തിൽ മറക്കരുത്, മനസ്സിൽ ഇങ്ങനെ കാണണം. ഓക്കെ, നോക്കിയ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനി, ഈ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അവിടെ നേരെ ഉത്ഭവിച്ച് ഒഴുകി നേരെ ഉത്തർപ്രദേശിലേക്ക് വരുന്നു, ഉത്തർപ്രദേശിലേക്ക് എത്തുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് നേരെ ഒഴുകി ബീഹാറിലേക്ക് വരുന്നു. ബീഹാറിൽ നിന്ന് നേരെ ഒഴുകി, കാരണം ബീഹാറിൽ നിന്ന് കടമെടുത്തുണ്ടാക്കിയ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അത് നേരെ ജാർഖണ്ഡിലേക്ക് വരുന്നു. ജാർഖണ്ഡിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് വരുന്നു? പശ്ചിമ ബംഗാളിലേക്ക്. ഒഴുക്ക് പിടികിട്ടോ ഇപ്പം? നദിയുടെ പിടികിട്ടിയോ? ഗംഗ ഒഴുകുന്ന എങ്ങനെയാണ് പിടികിട്ടോ? ഇപ്പം പിടികിട്ടിയാടെ? റെഡിയാണോ? എവിടാ ഗംഗ? എവിടേക്ക് ഒഴുകുന്നേ? ഉത്തരാഖണ്ഡിൽ ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി, അതായത് ഈ ഗംഗോത്രി എന്ന് പറയുന്ന ഇവിടെ, ഈ ഗംഗോത്രി എന്ന് പറയുന്ന ഈ ഭാഗത്ത് വലിയൊരു ഗുഹയുണ്ട്. ഗുഹ വലിയൊരു ഗുഹയുണ്ട്. ഈ ഗംഗോത്രി എന്ന് പറയുന്ന ഹിമാലയുടെ അടുത്തായിട്ട് വലിയൊരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? എന്താണ്? ഗായ് മുഖ്. ഓക്കെ, ഈ ഗായ്മുഖ് എന്ന് പറയുന്ന ഗുഹ, ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് എന്ന് പറയുന്ന ഗുഹയിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത്? ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. അത് ഉത്ഭവിച്ച് എവിടെയൊക്കെ വരുന്നു? നേരെ താഴോട്ടിറങ്ങി ഉത്തർപ്രദേശിൽ എത്തുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് നേരെ ഒഴുകി ബീഹാറിലേക്ക് വരുന്നു. ബീഹാറിൽ നിന്ന് ഒഴുകി ജാർഖണ്ഡിലേക്ക് വരുന്നു. ജാർഖണ്ഡിൽ നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് എത്തുന്നു. ഓക്കെ, അവിടെ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? കടലിലേക്ക് പതിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഒരു ചോദ്യം കൂടെ കിട്ടി. എന്താണ്? ഗംഗാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഏതാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. അതിൽ നിങ്ങൾ നോക്കിയേ, അതിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ ഏറ്റവും നീളം കൂടിയ സംസ്ഥാനം അതിൽ കിടക്കുന്നത് ഏതാ? യു പി അല്ലേ? യു പി ഇത്രയും ദൂരം ഒഴുകുന്നുണ്ട്. യു പിയിൽ നമുക്ക് ഇത്രയും ദൂരം ഗംഗ ഒഴുകുന്നുണ്ട്. ഗംഗേ എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ലേ? നിലയ്ക്കുന്നത് വരെ, ആ ശബ്ദം നിലയ്ക്കുന്നത് വരെ ഗംഗ യു പിയിലൂടെ ഒഴുകുന്നുണ്ട്. ബാക്കിയൊക്കെ ഇച്ചിരിയേ ഉള്ളൂ. ഗംഗേ എന്ന് പറയുമ്പം ബീഹാർ തീർന്നു, മനസ്സിലായില്ലേ? ഗംഗേ എന്ന് പറയുമ്പോൾ ജാർഖണ്ഡും തീർന്നു, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ. അപ്പൊ നോക്കിയോ, ഗംഗേ, ആ പാട്ടറിയാലോ? ആ പാട്ടങ്ങ് പാടുന്നവരെയും ഉത്തർപ്രദേശിൽ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഏകദേശം 1450 കിലോമീറ്ററോളം ആരൊഴുകുന്നുണ്ട്? മൊത്തം എത്രയുള്ളൂ? ഗംഗ മൊത്തം എത്രയുള്ളൂ? 2525. പഠിക്കാൻ എളുപ്പമാണ്. 25. ഈ 2525 പകുതി മുക്കാലും എവിടെ കൂടെ ഒഴുകുകയാണ്? ഒഴുകുന്നത്? ഉത്തർപ്രദേശിൽ ഒഴുകുകയാണ്, യു പി. ആ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഏതൊക്കെ? യമുന, കോസി, ദാമോദർ. ദാമോദർ ആരുടെ ദുഃഖമാണ്? ദാമോദർ? ബംഗാളിന്റെ ദുഃഖമാണ് ദാമോദർ. അതേ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഭയങ്കര പ്രശ്നക്കാരനാണ് ദാമോദർ. പിന്നെ സോൺ, ഘാഗ്ര,
ഗോമതി, ഗന്ധക്. ഗന്ധക് എപ്പോഴും ചോദിക്കുന്നത് ഗന്ധക്. ഇതൊക്കെ യമുന, കോസി, ദാമോദർ, സോണ്, ഘാഗ്ര, ഗോമതി, ഗന്ധക്. ഇതൊക്കെ ഗന്ധക് മീൻസ് ഗണ്ഡക് എന്നാ പറയുന്നത്. ഗണ്ഡക്, ഗണ്ഡക്. ഇതൊക്കെ ആരുടെ പോഷക നദിയാണ്? ആരുടെ പോഷക നദിയാണ്? ഗംഗയുടെ. എന്താണ് പോഷക നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ്? ആ നദിയിലേക്ക്, ഗംഗയിലേക്ക് പല സ്ഥലത്ത് ഇവിടെ നിന്ന് ഒഴുകി, ഈ യമുനോത്രിയിൽ നിന്ന് ഒഴുകിയിട്ട് അത് ഗംഗയിലേക്ക് വന്ന് ചേരുകയാണ് യമുന. അതുപോലെ തന്നെ ബാക്കി എല്ലാ നദികളും, യമുന ഗംഗയിലേക്ക് വന്ന് ചേരുന്നു, കോസി ഗംഗയിലേക്ക് വന്ന് ചേരുന്നു, സോണ് ഗംഗയിലേക്ക് വന്ന് ചേരുന്നു, ഗോമതി ഗംഗയിലേക്ക് വന്ന് ചേരുന്നു, ദാമോദർ ഗംഗയിലേക്ക് വന്ന് ചേരുന്നു, ഗാഗ്ര ഗംഗയിലേക്ക് വന്ന് ചേരുന്നു, ഗന്ധക് ഗംഗയിലേക്ക് വന്ന് ചേരുന്നു. പക്ഷെ ഇത് ചേരുന്നത് പലതും പല സ്ഥലങ്ങളിലാണ്. അത് നമ്മൾ പഠിക്കും. ഓക്കെ, അതിലേക്ക് വന്ന് ചേരുകയാണ് നദികൾ. ഓക്കെ, അങ്ങനെ വന്നു ചേരുന്നതില് ഏറ്റവും വലിയവനാണ് ആരുടെ? യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആര്? യമുന. യമുന. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അവിടെ കിട്ടി. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ? ഏത്? ഏറെ? യമുന. 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 യമുന എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനി. ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനി നിന്ന് ഉത്ഭവിക്കുന്നു. 1376 തോന്നുന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, നോക്കണേ. ജസ്റ്റ് ഓർമ്മ ശരിയാണെന്ന് തോന്നുന്നു, 376 തോന്നുന്നു. ചെറിയ ഡൗട്ട് ഉണ്ട്, ചെക്ക് ചെയ്ത് പോണേ. ഓക്കെ, എന്താ പറഞ്ഞുകൊണ്ട് വന്നേ? യമുന. 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 പക്ഷേ അപ്പൊ നമ്മൾ പറഞ്ഞു ആ യമുന ഇങ്ങനെ ഒഴുകും. യമുന ഇങ്ങനെ ഒഴുകും. ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനി ഇതാണ്, ഗംഗോത്രി ഹിമാനി ഇതാണ്. ഗംഗ ഇങ്ങനെ ഉത്ഭവിച്ച് ഇങ്ങനെ ഉത്തർപ്രദേശിലൂടെയും ജാർഖണ്ഡിലൂടെയും ബീഹാറിലൂടെയും ഒക്കെ ഉത്തർപ്രദേശിലെ ഒഴുകി ബംഗാളിലേക്ക് എത്തുന്നു. യമുന ഇങ്ങനെ ഒഴുകും. യമുന ഇങ്ങനെ പരിലസിച്ച്, സുന്ദരിയല്ലേ, സുന്ദരിയായിട്ട് ഇങ്ങനെ ഒഴുകും. യമുന ഇങ്ങനെ ഒഴുകി 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 ഒരു സ്ഥലത്തെത്തുമ്പം അതിസുന്ദരിയായിട്ടുള്ള വേറൊരുത്തനെ കാണുന്നു. അയാളെ പേരാണ് ഗംഗ. ഗംഗയെ കണ്ടിട്ട് അവിടെ വെച്ചിട്ട് വാടി മുത്ത എന്ന് പറഞ്ഞിട്ട് എവളുമായിട്ട് കിണരം പറഞ്ഞ് ഇവിടെ വെച്ചങ്ങ് ചേരും. ആ ചേരുന്നൊരു ഭാഗമുണ്ട്. ആ ചേരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? എവിടെ വെച്ചാണ് ചെയ്യുന്നത്? നമുക്ക് വരയ്ക്കാം. വരച്ച് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി, മറക്കത്തില്ല. നോക്കിയോ, ഗംഗ ഇങ്ങനെ ഒഴുകുന്നു, ഉത്തർപ്രദേശിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, യമുനയും അതേ തൊട്ട് മുകളിലുള്ള പാരലായിട്ടുള്ള തൊട്ട് മുകളിലുള്ള യമുനോത്രി ഹിമാനി ഉത്ഭവിക്കുന്നു. അവളും ഇങ്ങനെ ഒഴുകി വരുന്നു. അവള് ഒഴുകി നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കാണ്, ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോടെ, ഇവിടെ എത്തുമ്പോഴത്തേക്കാണ് ഇവളുമായിട്ട് ഇവിടെയായിട്ട് കണ്ടുമുട്ടിയിട്ട് ചക്കരെ മുത്തേന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെ വരാം, എനിക്ക് ഒഴുകി മടുത്ത് നീ എന്നെ എന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞ് ഇവിടെ വെച്ചിട്ട് കൂട്ടിമുട്ടും. അങ്ങനെ ഇവർ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ആ സ്ഥലത്തിന്റെ പേരാണ്, ആ ഒരു സ്ഥലം വലിയൊരു പട്ടണമാണ്, അലഹബാദ്. എന്താണ്ടേ? അലഹബാദിൽ വെച്ചിട്ടാണ് ഗംഗയും യമുനയും തമ്മില് കൂടിച്ചേരുന്നത്. ഓക്കെ. ഇപ്പൊ അതിന്റെ പേര്, അലഹബാദിന്റെ പേര് എന്താക്കി മാറ്റി? അതാണ് നമ്മുടെ റെയിൽവേ നിങ്ങൾ അപ്ലൈ ചെയ്യപ്പോഴത്തേക്ക് അലഹബാദ് എന്ന് വന്നില്ല, പകരം എന്തെന്നാണ് വന്നത്? പ്രയാഗ് രാജ്. പിന്നെ അവിടെ ഒരു സാങ്കല്പിക നദിയും കൂടെ ഉണ്ട് കുറച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക്. അതിന്റെ പേരാണ് സരസ്വതി. അങ്ങനെ മൂന്നുപേരും കൂടി സീരിയലിന്റെ കഥ പറയാന്നും പറഞ്ഞ് ഇടി വാടി മക്കളെ എന്നും പറഞ്ഞ് ആര്? ഗംഗയിൽ നിന്ന് വരും, യമുനയും വരും, വാടി മക്കളെ എന്ന് പറഞ്ഞ് ഇവിടെ സരസ്വതി ഉണ്ട്. അങ്ങനെ സീരിയലിന്റെ കഥയൊക്കെ പറയാനായിട്ട് മൂന്നുപേരും കൂടെ തമ്മിൽ എന്ത് ചെയ്യും? ഒത്തുചേരും. പുതിയ കഥയൊക്കെ പറഞ്ഞ ഇങ്ങനെ മൂന്നുപേരുടെ ഒത്തുചേരും. അങ്ങനെ മൂന്നുപേരുടെ ഒത്തുചേരുന്ന സംഗമ സ്ഥാനത്തിന് പറയുന്ന പേരാണ് ത്രിവേണി സംഗമം. ഗംഗയും ഉണ്ട്, യമുനയും ഉണ്ട്. ഇവിടെ സരസ്വതി ഉണ്ട്, യമുനയുണ്ട്. ഓക്കെ, ഗംഗയും യമുനയും സരസ്വതിയും കൂടെ ഒത്തുചേർന്ന് പറയുന്നത് ത്രിവേണി സംഗമം എന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, നമ്മുടെ ചോദ്യം അതല്ല. ഇപ്പൊ ഇത് പിടികിട്ടിയോ നിങ്ങൾക്ക്? ഇനി നിങ്ങൾ മറക്കൂ.
ഗംഗ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, യമുന എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, യമുന ആരുമായിട്ട് കൂട്ടിമുട്ടുന്നു, ഗംഗ എവിടെ കൂടെയൊക്കെ ഒഴുകുന്നു എന്നുള്ള കാര്യങ്ങൾ മറക്കുമോ? മറക്കൂടെ? മറക്കൂ. നിങ്ങൾക്കറിയാം ഈ യമുന പറയുമ്പോഴത്തേക്ക്, യമുന ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്ക് ഇതിന്റെ തൊട്ട് താഴെ ഒരു കുഞ്ഞു സംസ്ഥാനം കിടപ്പുണ്ട്, വളരെ കുഞ്ഞല്ല, എന്നാലും നമ്മുടെ NCT എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? NCT ആരാണ്ട്? നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്നറിയപ്പെടുന്ന ന്യൂഡൽഹി അല്ലേ? അപ്പൊ ന്യൂഡൽഹിയിലൂടെയൊക്കെ ഒഴുകി വരും. അതുകൊണ്ട് തന്നെ യമുന പ്രധാനമായിട്ട് ഒഴുകുന്ന കുറെ പട്ടണങ്ങളുണ്ട്. ഒന്ന് ആഗ്ര, നിങ്ങൾക്കറിയാം അല്ലേ? ആഗ്രയിലൂടെ കൂടെ ഒഴുകുന്നുണ്ട്, നമ്മളെ ഡൽഹിയിൽ കൂടെ ഒഴുകുന്നുണ്ട്, പിന്നെ മധുര, മറ്റേ തമിഴ്നാട്ടിലെ മധുരയല്ല, ഉത്തർപ്രദേശിലെ മധുരയിലൂടെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇട്ടാവ എന്ന് പറയുന്ന ഒരു പട്ടണം, ഇട്ടാവ. അപ്പൊ പ്രധാനപ്പെട്ട ഈ ആര് യമുന ഒഴുകുന്ന പട്ടണങ്ങളാണ് ഏതൊക്കെ പറയുന്നത്? ആഗ്രയും ഡൽഹിയും മധുരയും ഇട്ടാവയും. ഓക്കെ, ആ യമുനയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്മാരകമാണ് എന്ന് പറയുന്നത് താജ്മഹൽ എന്നറിയപ്പെടും. താജ്മഹൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സരസ്വതി എന്ന് പറയുന്ന പണ്ട് നമ്മുടെ ഹിന്ദു പുരാണത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? യമുന എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ പുത്രിയും അല്ലേ, യമദേവന്റെ സഹോദരി, അങ്ങനെ അങ്ങോട്ടല്ലേ അല്ലേ? അങ്ങനെ ഒരു കഥയില്ലേ? ഉണ്ടോ തോന്നുന്നു. ഓക്കെ, പോട്ടെ. ഇത്തരം കാര്യം പിടികിട്ടിയോ? ആക്ച്വലി നമ്മൾ എവിടെ പറഞ്ഞ ഈ സംഭവം പിടികിട്ടിയോ? ഇത് രണ്ടും പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയോ, അപ്പൊ നമ്മൾ പഠിച്ചത് യമുനോത്രി, ഗംഗോത്രി. യമുനോത്രിയും ഗംഗോത്രി എന്ന് പറയുന്നതും രണ്ടും എന്താണ് ഓൾറെഡി? ഇറ്റ് ഈസ് എ ചോട്ട ഡാം. അതുപോലെ തന്നെ അത് ഹിമാനിയുമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അതല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മൾ പറഞ്ഞുകൊണ്ടതാണ് അളകനന്ദ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഗംഗ ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലുള്ള ഒരു വലിയ ഗുഹയുണ്ട്. ആ ഗുഹയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഗായ്മുഖ് എന്ന് പറയുന്നത്. ഗായ്മുഖ് എന്ന് പറയുന്നത്. അതായത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് എന്ന് പറയുന്ന ആ ഗുഹ, വലിയ ഗുഹയിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത്? ഗംഗ ഉത്ഭവിക്കുമ്പോഴത്തേക്ക് ഇവിടെ വെച്ചിട്ട്, ഈ ഗംഗോത്രിയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഗായ്മുഖിൽ വെച്ചിട്ട് ഗംഗയെ ഗംഗ എന്ന് വിളിക്കത്തില്ല, ഗംഗേ എന്ന് വിളിക്കത്തില്ല. അവളെ വേറൊരു പേര് വിളിക്കും. അവളെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഡേ ഭഗീരഥി. ഡി ഭഗീരഥി മോളെ എന്നാ വിളിക്കുന്നത്. ഭഗീരഥി. പറഞ്ഞോളൂ. ഗോമുഖി എന്നും പറയും, ഗോയ്മുഖി എന്നും പറയും, ഗായ്മുഖ് എന്നും പറയും. അത് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റും നമുക്ക്. അത് ഈ പല പേര് ഉച്ചാരണത്തിന്റെ ഒരു ഇഷ്യൂസ് വരുന്നതാണ് കേട്ടോ. ഉച്ചാരണത്തിന്റെ ഇഷ്യൂസ് വരുന്നതാണ്. അപ്പൊ നോക്കിക്കൊള്ളണം. ഭഗീരഥി എവിടെയുള്ളതാണ് ഭഗീരഥി? അപ്പൊ ഭഗീരഥി എവിടെയുള്ളതാണ്? ഇവിടെ. ഇവിടെയാണ് ഭഗീരഥി ഉള്ളത്. എവിടെ? ഗായ്മുഖില്, ഗോയ്മുഖില്, ഗംഗോത്രിയില് അല്ലേ? അവിടെ ഉള്ളതാണ് ഭഗീരഥി അല്ലേ? അപ്പൊ അവിടെ നിന്ന് ഭഗീരഥി ഉത്ഭവിച്ച്, ഭഗീരഥി ഉത്ഭവിച്ച് താഴോട്ട് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അളകനന്ദ ആരാണ്? പറയാ. അളകനന്ദ ആരാണ്? ഓൾറെഡി ആരാ അളകനന്ദ? ഗംഗയുമായിട്ടുള്ള ബന്ധം എന്ത്? അളകനന്ദ ആരാ? ഗംഗയുടെ ഒരു എന്താണ്? ഒരു കൈവഴിയാണത്. അത് വേറൊരു നദിയാ. അളകനന്ദ വേറൊരു നദിയാ. അളകനന്ദ ഉത്ഭവിക്കുന്നത് ഇവിടെ തന്നെയുള്ള ഈ
ഉത്തരാഖണ്ഡിൽ തന്നെയുള്ള വേറൊരു സ്ഥലമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് അളകാപുരി. ഇതാണ് അളകാപുരി. മനസ്സിലായല്ലേ? ഓക്കെ. ഈ അളകാപുരിയിൽ നിന്ന് അളകനന്ദ ഉത്ഭവിക്കുന്നു. ഓക്കെ, അളകാപുരിയിൽ നിന്നും അളകനന്ദ ഉത്ഭവിക്കുന്നു. ഗംഗോത്രി ഗായ്മുഖിൽ നിന്നും ആര് ഉത്ഭവിക്കുന്നു? ഗായ്മുഖിൽ നിന്ന് ഭഗീരഥി ഉത്ഭവിക്കുന്നു. ഗായ്മുഖിൽ നിന്ന് ഭഗീരഥി ഉത്ഭവിക്കുന്നു. രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ട് ഒരു കഥ പറയാമെന്നും പറഞ്ഞ് ഒരുമിച്ച് ചേരുന്നു. ഒരു പുതിയ സീരിയലിന്റെ കഥ പറയാനായിട്ട് ഒരുമിച്ച് ചേരുന്നു. ആ സ്ഥലത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ആ സ്ഥലത്തിന്റെ പേരാണ് അതിന്റെ പേരാണ് ദേവപ്രയാഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ വെച്ചിട്ട് ഇത് നിങ്ങൾ ഒരുപാട് ഈ ചാനലുകളിലൊക്കെ കാണാൻ നിങ്ങൾക്ക് നല്ല രസമാണ്. ആ വെള്ളം അല്ലേ, ഒന്ന് നല്ല നല്ല തെളിഞ്ഞ പച്ചവെള്ളവും നീലവെള്ളം അല്ലേ, ഒന്ന് ഭയങ്കരമായിട്ട് കളറായിട്ടുള്ള വെള്ളവും അല്ലേ, ഒന്ന് ചേർന്നിട്ട് ഇവിടെ വെച്ചിട്ട് അവന്റെ പേര് മാറും, സ്വഭാവം മാറും. എന്താ? ഇവിടെ ഗംഗേ എന്നും പറഞ്ഞ് പോവും. ഓക്കെ, അപ്പൊ നോക്കിക്കോളണം. ആദ്യം തുടങ്ങുമ്പോഴത്തേക്ക് ഭഗീരഥി, ഇവിടെ അളകാപുരി തുടങ്ങുമ്പോഴത്തേക്ക് അളകനന്ദ. ഈ അളകനന്ദയും ഭഗീരഥയും കൂടെ തമ്മിൽ മിക്സ് ചെയ്യും ഒരു സ്ഥലത്ത് വെച്ചിട്ട്, ദേവപ്രയാഗ്. അവിടെ വെച്ചിട്ട് പിന്നെ അത് ഒഴുകുമ്പോഴത്തേക്കാണ് എന്തെന്ന് പറയുന്നത്? ഗംഗയായിട്ട് അറിയപ്പെടുന്നത്. ആ ഗംഗയാണ് ഞാൻ ഈ പറഞ്ഞ അങ്ങനെയുള്ള ആ ഗംഗ. അതാണ് 25 കിലോമീറ്റർ ഒഴുകുന്നത് ഉത്തരാഖണ്ഡിലൂടെ, ഉത്തർപ്രദേശിലൂടെ, ബീഹാറിലൂടെ, ജാർഖണ്ഡിലൂടെ പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഈ ഗംഗ ഇങ്ങനെ ഒഴുകി ഇതാണ്ട് ഇവിടെ ഞാൻ ഇവിടെ ഒരു ചിത്രം വരയ്ക്കാം. വെസ്റ്റ് ബംഗാളിലെത്തും. ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ, പശ്ചിമ ബംഗാളിലെത്തും. ഓക്കെ, ഈ പശ്ചിമ ബംഗാളിലെത്തിയിട്ട് പശ്ചിമ ബംഗാളിൽ എത്തുമ്പോഴത്തേക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരുത്ത ഇങ്ങനെ ഭയങ്കര ചിരിച്ചുല്ലസിച്ച് വേറൊരു ഇങ്ങനെ ഉല്ലസിച്ച് വരുന്നതായിരിക്കും. അടിപൊളി സൂപ്പർ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വരുന്നുണ്ട്. അവളെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഇതാണ്ട് അവളെ പേര്, ആ കഥയൊന്നും അറിയത്തില്ലല്ലേ? അവളെ പേര് എന്താ? ഗൂഗിളിയാ? പറയേ. ബംഗാൾ നേക്കുമ്പോ ഹൂഗ്ലി മാത്രമേ ഉള്ള. ഹൂഗ്ലി എന്ന് പറയുന്നത് ഒരു കൈവഴിയല്ലേ, ഒരു അല്ലാത്തൊരു നദിയല്ലേ? പറഞ്ഞോളെ. വെരി ഗുഡ്. ബ്രഹ്മപുത്ര. ആരാണ്? ബ്രഹ്മപുത്ര. അവിടെ ഉല്ലസിച്ച് വരും. മനസ്സിലായില്ലേ? അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഞാൻ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത് ഇപ്പോൾ ജോലിക്ക് വന്ന ഒരാളെ ഞാൻ ഇന്നലെ പരിചയപ്പെട്ടു. അയാളുടെ പേരും ഞാൻ കഥയൊക്കെ ചോദിച്ചായിരുന്നു. അയാൾ അപ്പം നല്ല മീന് കിട്ടും, ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞു. അയാൾ ആ ജില്ലയിലുള്ളതാണ്. ആ ജില്ലയുടെ പേരാണ് ശാന്ത്പൂർ എന്ന് പറയുന്നത്. ശാന്ത്പൂർ. ഈ ചാന്ദ്പൂർ എന്ന് പറയുന്ന ജില്ല, ഈ ചാന്ദ്പൂരിൽ വെച്ചിട്ടാണ് ബ്രഹ്മപുത്ര ആരുമായിട്ട് കൂടിച്ചേരുന്നാണ്ട് ബ്രഹ്മപുത്ര ഇങ്ങനെ ഒഴുകി വന്ന് ആരുമായിട്ട് ചേരും? ഗംഗയുമായിട്ട് ചേരും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം ഈ ബംഗ്ലാദേശില് ബ്രഹ്മപുത്ര ഒരു പേരിലറിയും. ബംഗ്ലാദേശ് അവിടെ നിന്ന് ഒഴുകി വരുന്നതാണല്ലോ. ബംഗ്ലാദേശിൽ ജമുന എന്നാണ് പറയുന്നത്, അറിയാലോ? ഗംഗയും അങ്ങോട്ട് ബംഗ്ലാദേശിൽ ഒഴുകുന്നുണ്ട് പത്മ എന്നുള്ള പേരില്. രണ്ടും കൂടെ ചേർന്നിട്ട് മേഘന എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? അതായത് യമുനേനെ ബംഗാളിൽ പറയുന്നത് എന്താണ്? ബംഗ്ലാദേശിൽ എന്താ? ജമുന അല്ലേ? ജമുന. പിന്നെ ഈ ഗംഗയെ വിളിക്കുന്നത് പത്മ. രണ്ടും കൂടെ ചേർന്നിട്ട് പുതിയൊരു നദിയായിട്ട് ബംഗ്ലാദേശിലൂടെ ഒഴുകും. അപ്പൊ അവരവനെ വിളിക്കുന്നത് മേഘന എന്നാണ്. ബംഗ്ലാദേശിലെ മേഘന എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, മേഘന ഒരുമിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം പോലെ ഈ ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ ഉള്ളത് അല്ലെ? ഗംഗ ആക്ഷൻ പ്ലാനും നമാമി ഗംഗയും പിന്നെ നമ്മുടെ ഡെൽറ്റയുടെ സുന്ദർബൻ ഡെൽറ്റയും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? അങ്ങനെയുള്ള ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹൂഗ്ലി എന്ന് പറയുന്ന നദി. ഇവിടെ ഈ ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് എന്ന് പറയുന്നത് ദാമോദർ. മനസ്സിലായില്ലേ? അതായത് പ്രധാനമായിട്ട്
ഗംഗ രണ്ട് രാജ്യങ്ങളിലൂടെയാണല്ലോ ഒഴുകുന്നത്. ഒന്നെവിടാ? ഇന്ത്യ. പാകിസ്ഥാനാ? എന്റെ ഭഗവാനോ. സിന്ധു, നമ്മൾ ഇങ്ങോട്ട് താഴോട്ടല്ലേ വഴി ഇറങ്ങി വന്നത്. ബംഗാളിൽ എത്തിയിട്ട് നേരെ കണ്ട ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അങ്ങോട്ടേക്ക് ഒഴുകി പോവും. മനസ്സിലായ? ബംഗ്ലാദേശിൽ നിന്നാണ് ഗംഗ കടലിലൊക്കെ പതിക്കുന്നത്. പാകിസ്ഥാൻ ഇവിടെ കിടക്കുക. ഒരുപാട് നദികൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞോണ്ട് വന്നേ? ഹൂഗ്ലി ഇല്ലേ? അപ്പൊ ഈ ഗംഗ ഒഴുകുന്ന രണ്ട് രാജ്യം, ഇന്ത്യയും ബംഗ്ലാദേശും. എന്നിട്ട് ഗംഗ നേരെ എന്ത് ചെയ്യുന്നു? ബംഗ്ലാദേശിലൂടെ ഒഴുകിയിട്ട് നേരെ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഗംഗയ്ക്ക് ഒരുപാട് പ്രത്യേകത. നമ്മുടെ കുംഭമേള അല്ലേ, അർത്ഥ കുംഭമേളയും മഹാകുംഭമേളയൊക്കെ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈ പ്രയാഗ്രാജ്, അലഹാബാദിലാണ്, ഹരിദ്വാറിലൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? ആക്ച്വലി ഗംഗയും യമുനയും ഗംഗോത്രിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? അതേ കൺഫ്യൂഷൻ ആയോ സംഭവം? ഓക്കെ ആണോ? ഐഡിയ കിട്ടിയോ? നമ്മളാ ജോഗ്രഫിയുടെ മീൻസ് കൾച്ചറിന്റെ കൂടെ ജോഗ്രഫിയും കൂടെ ഒത്തു ചേർത്തന്നേ ഉള്ളൂ. ഇത് നമുക്ക് സെപ്പറേറ്റ് ഒന്നും കൂടെ നോക്കുകയും വേണം. പക്ഷെ ഇപ്പൊ ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? സാധനം ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ചിട്ട് അവിടെ നിന്നാണ് ഈ രണ്ട് നദികൾ ഉത്ഭവിക്കുന്നുള്ള കാര്യം പിടികിട്ടിയില്ലേ? അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് കിട്ടിയില്ലേ? ആ ഉത്ഭവ സ്ഥാനത്തിനെ വേറൊരു പേരിലും ചോട്ടാ ഡാം എന്ന് അറിയപ്പെടുന്നു എന്നും പിടികിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഓക്കെ ആണോ? റെഡിയാണോ? ഓക്കെ. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഈ ബദരീനാഥും കേദാർനാഥും കൂടെ തമ്മിൽ ഒരു ഭയങ്കര റിലേഷൻ ഉണ്ട്. നമ്മുടെ മന്ദാകിനിയുമായിട്ട് ബന്ധപ്പെട്ട് അതും കൂടെ പറയണം. അടുത്ത ക്ലാസ്സിൽ പറയാം. ബാക്കി അതാണ് ഞാൻ പറഞ്ഞത്, 2 ക്വസ്റ്റ്യൻ പോലും വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക്. അങ്ങനെ പറഞ്ഞു പോയാലേ പറ്റുള്ളൂ. അപ്പൊ ഇനി ഇതേ ഭാഗം തന്നെ വരുന്നുണ്ട്. 1-2 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് മാക്സിമം കൾച്ചർ തീർക്കാം എന്ന് വിചാരിക്കും.